എന്റെ വായ നല്ലവളായിരുന്നു. അവളിപ്പോ കർത്താവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുകയല്ലേ. പക്ഷെ ഈ പാപ്പുവിനെ തോൽപ്പിക്കാൻ ഒക്കിയില്ല. ഞാൻ അവളെ വെച്ച മക്കളെ മുഴുവൻ വളർത്തി വലുതാക്കി. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗത്തെ പോലെ അവൻ നശിക്കും. ഇമ്മടി ഒലത്തും. പാറെ പാപ്പു നശിക്കണമെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കണം. കർത്താവ് തമ്പുരാ അങ്ങനെയുള്ള ബൂതി ഉണ്ടേല് അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പാപ്പുവിനോട് വേണ്ട കളി. ലൂസിഫറിനെ പോലെ പ്രാർത്ഥന മുടക്കാൻ ദിവസവും കുടിച്ചോണ്ട് കേറി വരും. കൂടെ കുഴിഞ്ഞ വയസ്സി കോഴി മിണ്ടിപ്പോരുത്. അപ്പച്ചനൊരു സ്തുതി പോലും തരാതെ എല്ലാരും പിണങ്ങി പോവാണോ? വെക്കോ വെക്കോ. ആര് പോയാലും ഒരാള് പിണങ്ങിയില്ലാന്ന് എനിക്കറിയാം. കർത്താവ് തമ്പുരാൻ എന്നോട് പിണങ്ങാൻ പറ്റുമോ? ഇമ്മിണി വെള്ളമടിച്ച് എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഈ പാപ്പുവിന്റെ മനസ്സ് മുഴുവൻ അവിടുന്ന. ക്ഷമിച്ചേക്കണേ. മക്കളെ 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 അപ്പച്ച, അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. മക്കളെ നിങ്ങളേക്ക് വന്നേ. നിങ്ങൾ നല്ലപോലെ അധ്വാനിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചനറിയാം. അധ്വാനിച്ച് വേർപ്പൊഴുക്കി ജീവിക്കണമെന്നാ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. ഈ അപ്പച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വകയില്ലാതെ നിങ്ങളുടെ അമ്മച്ചി ഈ അപ്പച്ചന്റെ കൈ കിടന്ന് മരിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ലോകത്തിൽ കാശിന് മാത്രമേ വിലയുള്ളൂ എന്ന്. പിന്നെ എല്ലാം നേടിയെടുക്കാനുള്ള ഒരു വാശിയായിരുന്നു. പാടത്തും പറമ്പിലും അധ്വാനിച്ചിട്ടാ നിങ്ങളെ കാണുന്നതൊക്കെ ഈ അപ്പച്ചൻ ഉണ്ടാക്കിയത്. ഇനി അപ്പച്ചൻ ഒരാഗ്രഹമുള്ളൂ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ കല്യാണം. ഈ നാട് കാണുന്ന ഏറ്റവും വലിയ കല്യാണമായിരിക്കണം അത്. പിന്നെ നിങ്ങൾ ആണുങ്ങള് തലമുറകളായി കഴിയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഈ അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പനെ ഇനി ഒന്നു മാത്രമേ പറയാനുള്ളൂ, അർഹിക്കുന്നവർക്ക് കവിഞ്ഞ വില ആർക്കും കൊടുക്കരുത്. ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യരുത്. പാറേ പാപ്പുവിന്റെ മക്കള് വാക്കു വ്യത്യാസം കാണിച്ചുവെന്ന് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുമാത്രം ചെയ്യരുത്, അതുമാത്രം ചെയ്യരുത്. ചേട്ടായേ, പാപ്പും മക്കളൊക്കെ നേരത്തെ എത്തിയല്ലോ. വാടാ. കരടിയച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ കുരിയച്ച. നമ്മളെ ഒന്ന് ഇരുത്താൻ വേണ്ടിയാണല്ലോടാ അത്. ഞാൻ താമസിച്ചല്ലേ? ഇരിക്കിരിക്കും. നിലപ്പേൽ മത്തായിയുടെ അമ്മ അത്യാസന്ന നിലയിൽ കിടക്കുക. ഒന്ന് കാണാൻ പോയതാ, അതുകൊണ്ടാ താമസിച്ചു പോയത്. ആദ്യം നമ്മുടെ സ്കൂളിൽ +2 തുടങ്ങിയതിന്റെ ബാലൻസ് ഷീറ്റ് വായിക്കാം. +2വിനായി ഇടവകയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് 5,75,111 രൂപ. മറ്റ് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സംഭാവനയായി കിട്ടിയത് 1,10,10,40. അരമനയിൽ നിന്നും കിട്ടിയത് 1 ലക്ഷം. അങ്ങനെ എല്ലാ വകയിലും കൂടി കിട്ടിയത് 7,85,151 രൂപ. ചിലവായത് 7,80,160. എലിക്കണി പോലെ 4 പില്ലർ വാർത്തു വെച്ചതിന് 7,80,000 ഉറപ്പിക്കുകയോ? കണക്കിന്റെ ഡീറ്റെയിൽസ് കാണണം, എന്നിട്ട് മതി വായന. കണക്കുകൾ മുഴുവനും വായിച്ചു കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്ക്, പറഞ്ഞുതരാം. ഇപ്പൊ ചാക്കപ്പൻ അവിടെ ഇരിക്കെ. അങ്ങനെ ഞങ്ങളെ അങ്ങ് ഇരുത്തിയിട്ട് കണക്ക് കേൾക്കണ്ടോ? +2 പഠിപ്പിക്കാൻ വന്ന ടീച്ചർമാരുടെ വാങ്ങിച്ച രൂപയുടെ അതിന്റെ കണക്ക് കണ്ടില്ലല്ലോ. കുരിശുപള്ളിക്കവരെല്ലാം ഞങ്ങളുടെ ഷാപ്പ് ഒളിപ്പിച്ചതിന് എതിർ ഷാപ്പുകാരന്റെ കയ്യിൽ നിന്ന് പാറയിൽ കുടുംബത്തിലേക്ക് എത്ര രൂപ കൊണ്ടുപോയി? നിർത്താനാ പറഞ്ഞത്. കണക്ക് ചോദിക്കുമ്പോ ഒറ്റ വെച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. നിർത്തണോ? കുരിശുകവലയിൽ നിന്റെയൊക്കെ ഷാപ്പ് ഒളിപ്പിച്ചതിന്റെ ദണ്ണമാണ് ഇതെന്ന് എനിക്കറിയാം. ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഇരുന്നാ മതി, അല്ലെ പുറത്ത് പോകാം. പള്ളിയുടെ മുതൽ മുഴുവൻ കട്ടുമുടിപ്പിച്ചിട്ട് ഇപ്പൊ കണക്ക് ചോദിക്കുമ്പോ പുറത്താക്കും അല്ലേ? എടോ ചാക്കപ്പ,
തന്റെ വല്യപ്പച്ച കുഞ്ഞവറാച്ചൻ ചെയ്തതുപോലെ 10ാം ക്ലാസ്സിൽ 3 തവണ തോറ്റ അതിയാന്റെ മാമൻ പൗലോസൂട്ടിക്ക് ഇനി ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല എന്നായപ്പോ പെട്ടെന്ന് ഒരു ദിവസം ദൈവവിളി ഉണ്ടായി. ഒട്ടും താമസിച്ചില്ല, അരമനെ ചെന്ന് പിതാവിനെ കണ്ട് ശുപാർശ ചെയ്യിച്ച് മംഗലപുരം സെമിനാരിൽ നിന്ന് വൈദിക പട്ടം എടുത്തു. നേരെ അപ്പോയിന്റ്മെന്റ്. ലക്ഷക്കണക്കിന് രൂപ നേർച്ച വീഴുന്ന എടമറ്റൂർ പള്ളിയിലേക്ക്. അവിടുത്തെ പള്ളി മുതൽ കട്ടുമുടിച്ച് റിയൽ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസുമായി കഴിയുന്ന തന്റെ ഫാദർ മാമ്പള്ളി പൗലോസിനെ പോലെ അല്ല ഈ ഫാദർ ഉർമീസ്. ഒരു വൈദികൻ എന്തിനാണോ ബാങ്ക് ബാലൻസ്? ദൈവവിളി ഉണ്ടായപ്പോ 18ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള അല്ലാതെ 10 പൈസ പള്ളിക്കുടുക്കെന്ന് ഞാൻ ഈ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ പരിശുദ്ധ കുപ്പായത്തിന്റെ മഹത്വം എനിക്കറിയാം. മാത്രമല്ല, ദൈവാനുഗ്രഹത്താൽ 2ഓ 3ഓ തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ ഈ ഇരിക്കുന്ന എന്റെ ചേട്ടായി പാറേ പാപ്പു അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പ്രസംഗം കൊള്ളാം. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പാറയിൽ പാപ്പു ഇക്കണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് മാനത്ത് നിന്ന് പൊട്ടി വീണിട്ടാണ്? അവിടെ ഇരിക്കടാ പട്ടി. അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് ആ പാറ പാപ്പു ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ പാപ്പുവിനും കുടുംബത്തിനും നിന്റെ പള്ളിയുടെ ഒരു പൂടേ വേണ്ടടാ. നീയൊക്കെ മെത്രാനെ മണിയടിച്ച് അരവനേന്ന് ലക്ഷക്കണക്കിന് രൂപ ഒതുക്കിക്കൊണ്ടുപോയി ഞാൻ ചരിത്രം എന്നെ കൊണ്ട് പറയരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങളും മെത്രാന്റെ കുടുംബക്കാരാ. ഒരു കുടുംബക്കാര് മെത്രാന്റെ പേരും പറഞ്ഞ് പോക്കിർത്തരം കാണിച്ച് നടക്കുന്ന നിന്റെയൊക്കെ കുടുംബ മഹിമ ഇവിടെ എഴുന്നള്ളിക്കണ്ട. ചേട്ടാ ഇവിടെ ഇരുന്നാട്ടെ, ഇവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന് പോടാ കോപ്പേ. ഇവനൊക്കെ നിന്നെ കള്ളനാണെന്ന് പറയുന്നത് കേട്ടു നിൽക്കാൻ ഞാൻ കർത്താവിന്റെ അരുമ ശിഷ്യനൊന്നുമല്ല. മാറ്. ഒന്ന് പറഞ്ഞേക്കാം, അനിയൻ കുഞ്ഞിന്റെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അവന്റെയൊക്കെ കുടുംബത്തിന്റെ കൂമ്പും കൊലയും തുള്ളും ഞാൻ. ചത്തുപോയ എന്റെ അപ്പൻ പാറ ചാത്തുണ്ണമെന്ന് പറഞ്ഞാൽ ശരി, ഈ പാപ്പു കേൾക്കത്തില്ല. ഓർത്തോ. പാടാ മക്കളെ. ഞങ്ങളുടെ ടീം ജയിച്ചു. നോക്കട്ടെ മോളെ. അല്ലെങ്കിൽ തന്നെ ചാക്കപ്പന്റെ മോള് നിമ്മി ചാക്കോ എവിടെയെങ്കിലും പോയി തോറ്റ ചരിത്രമുണ്ടോ മക്കളെ? തോക്കാൻ നിന്റെ ആംഗ്ലമാര് സമ്മതിക്കൂടി. നിങ്ങൾ എല്ലാരും സമ്മതിച്ചാലും അവളുടെ ഒരേ ഒരു ചിറ്റപ്പനായ ഞാൻ സമ്മതിക്കണ്ടേ? ഏടാ, ആ നീ ഇങ്ങനെ ബാസ്കറ്റ്ബോളും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് നടന്നു. അതെ, കളിയും കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ പഠിക്കുന്ന ഫൈനൽ ഇയർ ആണെന്ന് ഓർമ്മ വേണം. പഠിപ്പിത്തോറ്റാ ഇങ്ങോട്ട് കയറി വരരുത്. ഇവളെങ്ങനെ തോൽക്കാനാ? കോളേജിന്റെ അഭിമാനമല്ലേടാ എന്റെ മോള്. അഥവാ ഇവള് തോറ്റാലും കോളേജുകാർ ഇവളെ ജയിപ്പിക്കണം. ഇല്ലെങ്കിൽ കുര്യച്ചന്റെ തനി സ്വഭാവം അവര് കാണും. ഞങ്ങളിനി പോട്ടെ നിമ്മി. ഉടനെ തന്നെ പോവാനോ? അത് പറ്റത്തില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി അമ്മച്ചി. ഞങ്ങൾ ഇനി ഒരു ദിവസം തീർച്ചയായും വരാം. എന്ത് പറഞ്ഞാലും നടക്കില്ല. എല്ലാവരും അകത്തേക്ക് വാ. ദേ, കൂടുതൽ പോസ് കാണിക്കാതെ വാടി. വാ. തീമയ വയ്യും എന്ന് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഈ ഒടുക്കത്തെ ചൂട്. ഇവിടെ ആരും ഇല്ലേ മോളെ? മോളെ കുഞ്ഞിപ്പെണ്ണേ, മോളെ. അല്ല, ഇതാരും മൊല്ലാക്കിയോ? ഒരാഴ്ചയല്ലോ കണ്ടിട്ട്. ഒരാഴ്ച ഓടി അവിടുന്ന്. ഓ, ഇവിടുത്തെ തേങ്ങയും പാക്കൊന്നും മൊല്ലാക്കിക്ക് വേണ്ടേ? നല്ല കാര്യായി. നമ്മൾ ആദ്യമായിട്ട് തേങ്ങേന്റെ കച്ചവടം തുടങ്ങിയത് ഈ വീട്ടിലെ തേങ്ങ കൊണ്ടല്ലേ മോളെ? അത് ഞമ്മക്ക് മറക്കാൻ കഴിയോ? അല്ല, എവിടെ പോയി നമ്മുടെ മൂത്താനാര്? ദേ വരണ. പഠിച്ചതമ്പുരാനെ നമ്മൾ എന്തായി കാണേ? ആ എന്നതാണോ പകയാ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? എപ്പോ നമ്മളിപ്പൊ വന്ന് കേറിയുള്ളേ. കായും പുത്തനും എത്ര ഉണ്ടാക്കിയാലും ഇങ്ങടെ പഴയ ശീലം മാറൂല അല്ലേ? ഇങ്ങനെയൊക്കെയാണോ ഞാൻ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്തത്? മോളെ, ഈ തേങ്ങ എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേര്. വാടോ. നിങ്ങൾ ഇന്നലെ രാത്രി അടിച്ച് നല്ല പിമ്പിരിയായിരുന്നു കേട്ടല്ല? നേരാണ്. അത് പിന്നെ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിക്കില്ല ഈ നാട്ടിലെ ചില ചെറ്റകള്. ആ, എന്തായാലും നമ്മള് പള്ളി ചെന്ന് അച്ഛൻകുഞ്ഞിനൊന്ന് കാണുന്നുണ്ട്. ഇങ്ങടെ ഈ മേളാങ്കൊന്ന് നിർത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. ഇത് വെച്ചോളി. ഇതും കൂടി ആവുമ്പോ അടക്കയുടെ കണക്ക് തീർന്ന്. തേങ്ങേന്റെ കായ് നമ്മൾ പിന്നെ തരാന്ന്. അതിന് തന്നോട് കണക്കാരെങ്കിലും ചോദിച്ചു? ഈ തേങ്ങയുടെ കാശ് കിട്ടാഞ്ഞിട്ട് ഇവിടെ ആർക്കും പേറ്റ് നോവൊന്നും ഉണ്ടായിട്ടില്ല. എന്നായാലും നമ്മളത് തരേണ്ടതല്ലേ? ഇനി ഈ ചായ കുടിച്ചിട്ടാവാം. പഞ്ചാര ഇട്ടിട്ടില്ലല്ലോ? ഇട്ടിട്ടില്ലെന്നേ. നിങ്ങൾക്കും വേണ്ട പഞ്ചാര, എനിക്കും വേണ്ട. വി ആർ ഫ്രണ്ട്സ്.